മെനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഓണത്തിരക്കിലാറാടി മലയാളികൾ. നഗരങ്ങൾ ഗതാഗതക്കുരുക്കിൽ. ഉത്രാടപ്പാച്ചിൽ ചൊവ്വാഴ്ച. ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. എറവിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് ഇരുമ്പ് പൈപ്പ് കാർ യാത്രികയുടെ ദേഹത്ത് തുളച്ചുകയറി. മുതുവറയിൽ ടൂറിസ്റ്റ് ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് 3 പേർക്ക് പരിക്ക്. ഇരിങ്ങാലക്കുടയിൽ കാറിടിച്ച് ഇരുചക്രവാഹന യാത്രികരായ അമ്മയ്ക്കും മകനും പരിക്ക്. വാഴക്കോട് പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് മറഞ്ഞു. മാളയിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയതായി പരാതി. 35 ദിവസം പ്രായമുള്ള കുഞ്ഞ് ICUവിൽ. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കുടുംബം. വിശദാംശങ്ങളിലേക്ക്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയിലും ജില്ലയിൽ ഓണവിപണികൾ സജീവം. ഉത്രാട ദിനം മുതൽ കുമ്മാട്ടിക്കൂട്ടങ്ങൾ നാട് ചുറ്റാനിറങ്ങും. ഉത്രാടം നാൾ മുതൽ നാലോണം വരെയാണ് പലയിടങ്ങളിലെ കുമ്മാട്ടികൾ ഓണവിശേഷങ്ങൾ ചോദിച്ചെത്തുക. 50ഓളം കുമ്മാട്ടിക്കൂട്ടങ്ങളാണ് രൗദ്രമുഖങ്ങളണിഞ്ഞ് ഈ ദിവസങ്ങളിൽ ഓണാഘോഷത്തിന് ചടുലതാളം പകരുക. വിവിധ ക്ലബ്ബുകളും കലാസാംസ്കാരിക സംഘടനകളും കുമ്മാട്ടികളെ അണിയിച്ചൊരുക്കുന്നുണ്ട്. ഉത്രാടനാളിൽ പുതൂർക്കര സാംസ്കാരിക കലാവേദി, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, മുക്കാട്ടുകര യുവജന കലാവേദി, കണിമംഗലം പുനർജീവ ക്ലബ്ബ്, കിഴക്കുംപാട്ടുകര യുവകലാവേദി എന്നീ സംഘങ്ങളുടെ കുമ്മാട്ടികളാണ് ഓണത്തിന്റെ ആരവങ്ങളിലേക്ക് ചുവടുവയ്ക്കുക. അതിനിടെ തിരുവോണത്തിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നാട്. മഴ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഒരുക്കങ്ങളെ ബാധിക്കുന്നില്ല. പച്ചക്കറി മാർക്കറ്റിൽ തിരക്കോട് തിരക്കാണ്. പൂവിപണിയും സജീവം. ഓണത്തിന് ഒഴിച്ചുകൂടാനാകാത്ത കായവറുത്തതും ശർക്കര വരട്ടിയും വഴിയോരങ്ങളിലും ഇടം പിടിച്ചു കഴിഞ്ഞു. പായസമേളകളിലും വൻ തിരക്കാണ്. വസ്ത്രവിൽപ്പനശാലകളിൽ നിന്നു തിരിയാനിടമില്ല. പുതുമ മാറാത്ത ഓണക്കോടികളുടെ വ്യത്യസ്തത തേടി കടകളിൽ നിന്ന് കടകളിലേക്ക് പായുകയാണ് ആളുകൾ. ഓണത്തിന് പുതിയതായി എന്തെങ്കിലും വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർ ഗൃഹോപകരണശാലകളിൽ കയറിയിറങ്ങുന്നു. എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന വ്യാപാരമേളകളിലും ആൾത്തിരക്കൊഴിയുന്ന സമയമില്ല. വഴിയോര കച്ചവടക്കാരുടെ മുന്നിലും ജനക്കൂട്ടം നിറയുന്നു. ഇങ്ങനെ എല്ലായിടവും തിരക്കിലമരുമ്പോൾ വാഹന ഗതാഗതം മെല്ലപ്പോക്കിലാണ്. എന്തായാലും എത്ര വാങ്ങിക്കൂട്ടിയാലും എന്തോ ഒരു കുറവ് പോലെ തോന്നി വീണ്ടും വീണ്ടും ആളുകൾ നഗരത്തിന്റെ ആരവങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം, തിരുവോണ സദ്യ എന്നിവയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അറിയിച്ചു. ചൊവ്വാഴ്ച നടക്കുന്ന ഉത്രാട കാഴ്ചക്കുല സമർപ്പണത്തിൽ മന്ത്രി K മുരളീധരൻ പങ്കെടുക്കും. രാവിലെ ശിവേലിക്ക് ശേഷം കൊടിമരച്ചുവട്ടിലാണ് ചടങ്ങ്. മേൽശാന്തി ആദ്യ കാഴ്ചക്കുല സമർപ്പിക്കും. തുടർന്ന് ദേവസ്വം ചെയർമാൻ, ക്ഷേത്രം ഊരാളൻ, ക്ഷേത്രം തന്ത്രി, ഭരണസമിതി അംഗങ്ങൾ എന്നിവരും സമർപ്പിക്കും. ഗുരുവായൂരപ്പന് കാഴ്ചക്കുല സമർപ്പിക്കാൻ എത്തുന്നവർക്ക് മുതിർന്ന പൌരന്മാരുടെ ദർശനവരിയുടെ ഭാഗത്ത് സൗകര്യമൊരുക്കും. കാഴ്ചക്കുലയുമായി നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. രാവിലെ 9 മുതൽ പ്രസാദഊട്ട് നൽകി തുടങ്ങും. പ്രസാദഊട്ടിനുള്ള വരി ഉച്ചയ്ക്ക് 2-ന് അവസാനിപ്പിക്കും. ഉത്രാടം മുതൽ ചതയം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനം അനുവദിക്കില്ല. ഓണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ നേന്ത്രക്കായ വിലയിൽ ഗണ്യമായ വർധന. നാടൻ നേന്ത്രക്കായ തിങ്കളാഴ്ച 130 രൂപയായി. കിലോഗ്രാമിന് 70 മുതൽ 75 രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്ന വില. ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വിലവർധനയ്ക്ക് കാരണമായി പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് വയനാട്ടിൽ നിന്ന് വേണ്ടത്ര നേന്ത്രക്കുലകൾ ലഭിക്കുന്നില്ല. ഇതോടൊപ്പം തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരവ് കുറഞ്ഞതും വില വർദ്ധിക്കാൻ കാരണമായി. തൃപ്രയാർ ജലോത്സവം ബുധനാഴ്ച തിരുവോണനാളിൽ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സരയൂ തീരത്ത് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന ജലോത്സവം യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ഗീതാഗോപി MLA ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, ബെന്നി തട്ടിൽ, ആന്റോ തൊറയൻ, റോബിൻ CJ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം.
മാസങ്ങളായി ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. വിശേഷ ദിവസങ്ങളിലും അവധി ദിനങ്ങളിലും സ്ഥിതി കൂടുതൽ ദയനീയമാവുന്നു. ആംബുലൻസുകൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത വിധം റോഡുകൾ സ്തംഭിക്കുന്ന അവസ്ഥയാണുള്ളത്. നഗരത്തിൽ ഗതാഗതം ശാസ്ത്രീയമായി നിയന്ത്രിക്കാൻ സ്ഥിരമായ സംവിധാനങ്ങളൊന്നുമില്ല. മുൻകാലങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിനായി ഹോംഗാർഡർമാരെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നഗരത്തിൽ ഈ സേവനം ലഭ്യമാകുന്നില്ല. അവധി ദിവസങ്ങളിൽ ചാവക്കാട് ബീച്ചും കടൽത്തീരവും സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ കൂടി എത്തുന്നതോടെ കുരുക്കിന്റെ രൂക്ഷത ഇരട്ടിയാകുന്നു. നഗരത്തിലെ ട്രാഫിക് നിയന്ത്രണത്തിനായി അടിയന്തരമായി ശാസ്ത്രീയവും സ്ഥിരവുമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ചാവക്കാട്. അരിമ്പൂർ എറവ് കരുവാൻ വളവിന് സമീപം കാർ നിയന്ത്രണം വിട്ട് വീട്ടുമതിലിലേക്ക് ഇടിച്ചുകയറി യുവതിക്ക് ഗുരുതര പരിക്ക്. അപകടത്തിന്റെ ആഘാതത്തിൽ റോഡരികിലെ വീട്ടുമതിലിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് പൈപ്പ് കാറിന്റെ മുൻഭാഗം തകർത്ത് യുവതിയുടെ ദേഹത്ത് തുളഞ്ഞുകയറി. ചാഴൂർ സ്വദേശിനി പോരോത്ത് വീട്ടിൽ പ്രകാശന്റെ ഭാര്യ രേഖയ്ക്കാണ് പരിക്കേറ്റത്. അപകടം നടന്നയുടൻ ഓടിയെത്തിയ നാട്ടുകാർ കട്ടർ ഉപയോഗിച്ച് ഇരുമ്പ് പൈപ്പിന്റെ ഒരു ഭാഗം മുറിച്ചുമാറ്റി അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. മുതുവറ പുഴയ്ക്കൽ വില്ലേജ് ഓഫീസിന് സമീപം ടൂറിസ്റ്റ് ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് സ്വദേശികളായ മീനാക്ഷി, വിജിന, ശിവദത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടനല്ലൂർ ജംഗ്ഷനിലെ അലങ്കാര ഉരുളി കാറിടിച്ച് തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ജംഗ്ഷനിലെ വൈദ്യുതി തൂണിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് അലങ്കാര ഉരുളി സ്ഥാപിച്ചിരുന്നത്. ഇരിങ്ങാലക്കുടയിൽ ഇരുചക്ര വാഹനത്തിന് പിന്നിൽ കാറിടിച്ച് അമ്മയ്ക്കും മകനും പരിക്കേറ്റു. പുത്തഞ്ചിറ പകരപ്പള്ളി സ്വദേശി കടവിൽ വീട്ടിൽ ജീന, സുധീർ, മകൻ വിഘ്നേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചന്തക്കുന്ന് ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അമിത വേഗതയിൽ സഞ്ചരിച്ചിരുന്ന കാർ വീട്ടമ്മയും മകനും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ പുറകിലിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരും ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്ലാഴി വാഴക്കോട് സംസ്ഥാനപാതയിൽ കായംപൂവത്തിന് സമീപം തണ്ണിമത്തൻ കയറ്റിവന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ആർക്കും പരിക്കില്ല. പഴയന്നൂരിൽ നിന്ന് ചേലക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. ആർത്താറ്റിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. കുന്നകുളം ഭാഗത്തുനിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന നന്നമുക്ക് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് 35 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ ആരോഗ്യനില വഷളായതായി പരാതി. മാള സ്വദേശികളായ ദമ്പതികളുടെ മകളെ എറണാകുളം അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാനാത്ത് വീട്ടിൽ മനു, അദ്രിക ദമ്പതികളുടെ മകൾ ത്രിയൂതയാണ് എറണാകുളത്തെ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിൽ കഴിയുന്നത്. പനി ബാധിച്ചതിനെ തുടർന്ന് കുട്ടിയെ ഡോക്ടറുടെ വീട്ടിൽ പോയി കാണിച്ച ശേഷം ലഭിച്ച കുറിപ്പിടിയുമായി മനു അഷ്ടമിച്ചിറയിലെ മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ ഷോപ്പിലെത്തി മരുന്ന് വാങ്ങിക്കുകയായിരുന്നു. എന്നാൽ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നിന് പകരം നെബുലൈസറിൽ ഉപയോഗിക്കുന്ന മരുന്നാണ് ജീവനക്കാരി നൽകിയതെന്നാണ് പരാതി. വാങ്ങുന്നതിനിടെ സംശയം തോന്നിയതിനെ തുടർന്ന് മനു ജീവനക്കാരിയോട് ഇതേക്കുറിച്ച് ചോദിച്ചെങ്കിലും മരുന്ന് വായിലൂടെ കഴിക്കാനുള്ളതാണെന്ന് ജീവനക്കാരി ഉറപ്പിച്ചു പറഞ്ഞതായി മനു ആരോപിക്കുന്നു. വീട്ടിലെത്തിയ മനു കുഞ്ഞിന് മരുന്ന് നൽകി. തുടർന്ന് കുഞ്ഞിന്റെ ആരോഗ്യനില മോശമായതോടെ മാള ഗുരുധർമ്മം മിഷൻ ആശുപത്രിയിലെത്തിച്ചു. പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അപകടനില തരണം ചെയ്തെങ്കിലും കുഞ്ഞ് നിലവിൽ ICUവിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയെ സംരക്ഷിക്കുന്നതിന് ബാങ്ക് സെക്രട്ടറി അടക്കമുള്ളവർ തങ്ങളെ ബന്ധപ്പെട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി മനു ആരോപിച്ചു. അതെ, ഒന്ന് നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാമോ? സംസാരിക്കണ്ടേ അതൊന്ന് പറയൂ. ഈ കുഞ്ഞി കൊച്ചിന് ഇങ്ങനെ മരുന്ന് കൊടുത്തിട്ട് ഞങ്ങൾ എന്താ സംസാരിക്കണ്ടേ നിങ്ങളുടെ അടുത്ത്? അതിപ്പോ നമ്മള് എന്താ പറ്റിയ വിഷയങ്ങളൊക്കെ എന്താ പറ്റിയത്? നിങ്ങൾ എന്നിട്ട് പറ്റിയ? അതെ, ഞാനത് അങ്ങോട്ട് വരാന്ന് വെച്ചിട്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വന്ന ഉണ്ണിയുടെ അസുഖം മാറും. ഇതിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചിത് ചെയ്തു തരാൻ പറ്റുമോ? ഒരു ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഒരിക്കലും അതൊക്കെ ഒരു 36 ദിവസം പ്രായമുള്ള ഒരു കൊച്ചിനെയാണ് നിങ്ങൾ ഇങ്ങനെ മരുന്ന് മാറ്റി തന്ന് കൊല്ലാൻ നോക്കിയത്. എന്താ പറ്റിയെന്നുള്ളത് ഞാനും കൂടി അവിടെ വന്ന് അന്വേഷിക്കും. നിങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചിട്ട് പറ. ശരി, എന്നാ. സംഭവത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നും ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, മാള. ഇടവേള.
ഇവിടെ 60 രൂപയ്ക്ക് നല്ലൊരു സാരി കിട്ടുന്നു കേട്ടല്ലോ. 60 രൂപയ്ക്ക് സാരി കിട്ടുന്നു മാത്രല്ല, 2 ഷർട്ട് 300 രൂപ, നൈറ്റി 150 രൂപ, 3 ടോപ്പുകൾ വെറും 200 രൂപ മാത്രം. 200 രൂപയ്ക്ക് കാഞ്ചീപുരം പട്ടുസാരി ലഭ്യമാണ്. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ഓണം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളുടെ ആഘോഷം. ആ നിമിഷങ്ങൾക്ക് സ്വർണത്തിന്റെ പുതിയ കയ്യൊപ്പ്. ഒമേഗ, ദ സിഗ്നേച്ചർ ഓഫ് ഗോഡ്. PL വേൾഡ് ഓഫ് കംഫർട്ട്. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഈ ഓണത്തിന് പായസം ഇനി വേറെ ലെവൽ. ഇതാ ഇലമൻസ് നേച്ചുറൽ ലൈഫിന്റെ മില്ലറ്റ് വെർമിസെല്ലി പായസം മിക്സ്. രുചിയും ആരോഗ്യവും ഒരുമിച്ച് 5 തരം മില്ലറ്റുകളും കശുവണ്ടിയും മുന്തിരിയും ഒപ്പം ഏലക്കായുടെ സുഗന്ധവും ചേർന്ന പ്രീമിയം പായസം മിക്സ്. തിളച്ച പാലിൽ ചേർത്ത് കുറച്ച് മിനിറ്റുകൾ ഇളക്കിയാൽ മാത്രം മതി. ക്രീമിയായ സ്വാദിഷ്ടമായ പായസം റെഡി. ഓണസദ്യക്ക് ഏവരും ഇഷ്ടപ്പെടുന്ന ആരോഗ്യമുള്ള മധുരം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. മാലിന്യ നീക്കത്തിനായി തിരുവല്ലാമല പഞ്ചായത്ത് വാങ്ങിയ ട്രെയിലർ ഉപയോഗശൂന്യമായി കാടുകയറി നശിക്കുന്നതായി പരാതി. പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ട്രാക്ടറിനൊപ്പം ഉപയോഗിക്കേണ്ട ട്രെയിലറാണ് മാസങ്ങളായി കാടുകയറിയ നിലയിൽ കിടക്കുന്നത്. ട്രാക്ടറും ട്രെയിലറും അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കി മാലിന്യ നീക്കത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുട്ടനല്ലൂർ സെന്ററിലെ ഗതാഗതക്കുരുക്കിനും അപകടാവസ്ഥയ്ക്കും ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് BJP കുട്ടനല്ലൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ജനങ്ങളുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന KSEB വൈദ്യുതി പോസ്റ്റും അശാസ്ത്രീയമായി നിർമ്മിച്ച കോൺക്രീറ്റ് സ്ലാബും ഭിത്തിയും അടിയന്തരമായി നീക്കം ചെയ്ത് റോഡിന് വീതി കൂട്ടണമെന്ന് BJP ആവശ്യപ്പെട്ടു. ധർണ തൃശൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് B. വിപിൻ ഐരിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൺവീനർ KR സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. OBC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സന്തോഷ് കാക്കനാട്, ഈസ്റ്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി നിമേഷ് പള്ളിശ്ശേരി, അജയൻ വെൺമണി, അശ്വിനി അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജവാഴ്ചയുടെ സ്മരണകൾ ഉണർത്തി എടത്തിരുത്തിയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഉത്രാടക്കിഴി സമർപ്പിക്കൽ ചടങ്ങ് നടന്നു. എടത്തിരുത്തി ചാഴൂർ കോവിലകത്തെ സരസ്വതി തമ്പുരാനും മനോരമ തമ്പുരാട്ടിക്കും തഹസിൽദാർ KP രമേശൻ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ഹൻസ, ഫിലോമിന, എടത്തിരുത്തി വില്ലേജ് ഓഫീസർ സുൽഫത്ത് എന്നിവർ നേരിട്ടെത്തി ഉത്രാടക്കിഴി സമർപ്പിച്ചു. കൊച്ചി രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് ഓണക്കാലത്ത് പുതുവസ്ത്രം വാങ്ങുന്നതിനായി നൽകിവരുന്ന പാരമ്പര്യാചാരമാണ്
ഉത്രാടക്കിഴി. ചേറ്റുവ ബുസ്താനുൽ ഉലൂം മദ്രസയിൽ 9ാമത് മജ്ലിസ് സുന്നൂറിന്റെ വാർഷികം ആഘോഷിച്ചു. ചേറ്റുവ മഹല്ല് ഖത്തീബ് സലീം ഫൈസി, അബ്ദുൾ റൌഫ് ബാഖവി, ആലത്തിയൂർ, സൈനുദ്ദീൻ മുസ്ലിയാർ, അക്ബർ മുസ്ലിയാർ, സിദ്ദിഖ് ദാരിമി, സുബൈർ വലിയകത്ത്, PM അബ്ദുൾ ജലാൽ, റാഫി മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് 28, 29, 30 തീയതികളിൽ മതിലകത്ത് നടക്കും. 28-ന് ഉച്ചയ്ക്ക് 2-ന് മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി OJ ജനീഷ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാതിക്കോട് അൽ അക്സ പബ്ലിക് സ്കൂൾ, കാതിക്കോട് ജവഹർ ലൈബ്രറി, ഇമാമു നഗർ, പുന്നക്ക ബസാർ സാംസ്കാരിക കേന്ദ്രം എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന കോസ്മോസിന്റെ സഹകരണത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KK വത്സരാജ് MLA, വർക്കിംഗ് ചെയർമാൻ VK മുജീബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി സാലി ലൂയിസ്, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് സാബാൻ, കൺവീനർ ജോഷി ജോർജ് പടമാടൻ, വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി സാജു ലൂയിസ് എന്നിവർ പങ്കെടുത്തു. മണ്ണുത്തി സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീന് കീഴിൽ റേഞ്ചുകളിലെ മുഅല്ലിമുകൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന 20 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മുഅല്ലിം എംപവർമെന്റ് ട്രെയിനിങ്ങിന് തൃശൂർ റേഞ്ചിൽ തുടക്കം കുറിച്ചു. മണ്ണുത്തി നൂറുൽ ഖുദ മദ്രസയിൽ നടന്ന പരിപാടി SMA തൃശൂർ മേഖലാ സെക്രട്ടറി PS നിസാർ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. CT മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ട്രെയിനിംഗ് ക്ലാസിന് നേതൃത്വം വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് കാളത്തോട് സർക്കിൾ പ്രസിഡന്റ് അബൂബക്കർ ഹാജി, SMA തൃശൂർ ജില്ലാ സെക്രട്ടറി MBM അഷ്റഫ് ഒളരി, മണ്ണുത്തി മഹല്ല് പ്രസിഡന്റ് ഷിഹാബ് ഹാജി മണ്ണുത്തി തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൂരാടം നാളിൽ തീർത്ത തെയ്യക്കോലത്തിന്റെ പൂക്കളം ഭക്തർക്ക് വിസ്മയമായി. ഉത്തര കേരളത്തിന്റെ അനുഷ്ഠാന കലയായ തെയ്യത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലാണ് പൂക്കളം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തെയ്യത്തിന്റെ മുഖത്തെഴുത്ത്, തലയിലെ തിരുമുടി, വസ്ത്രാലങ്കാരങ്ങൾ എന്നിവ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഉപയോഗിച്ച് അതിമനോഹരമായി ചിത്രീകരിച്ചിരുന്നു. പൂക്കളോടൊപ്പം പരമ്പരാഗത രീതിയിലുള്ള നാടൻ ഇലകളും ചേർത്ത് തെയ്യത്തിന്റെ ഉടയാടകളും ആഭരണങ്ങളും പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് പൂക്കളത്തിന് കൂടുതൽ ജീവസേകി. കുന്നംകുളം നഗരസഭയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കണ്ടിജന്റ് ജീവനക്കാർക്കുള്ള യൂണിഫോം വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി KK മനോജ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പുഷ്പ ജോൺ, മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ഓണാഘോഷ പരിപാടികൾ തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തനിനിറം മാനേജിംഗ് എഡിറ്റർ KP മനോജ് കുമാർ മുഖ്യാതിഥിയായി. ഫോറം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ കുന്നമ്പത്ത് അധ്യക്ഷത വഹിച്ചു.
ആർട്ടിസ്റ്റ് JR പ്രസാദിനെ ചടങ്ങിൽ ആദരിച്ചു. ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, സംസ്ഥാന സെക്രട്ടറിമാരായ ഫ്രാങ്കോ ലൂയിസ്, CK ഹസൻ കോയ, ജില്ലാ സെക്രട്ടറി ജോയ് M മണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബ്ബും ബ്രഹ്മയോഗിയും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. രാധാകൃഷ്ണൻ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP അജയകുമാർ അധ്യക്ഷത വഹിച്ചു. വാക്കേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, TIK മൊയ്തു, ബാലചന്ദ്ര സുഭാഷ്, KM സജീവ്, CK ഷീല, ഷൺമുഖൻ കല്ലിങ്ങൽ, ടൈനി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ നേടിയ ക്ലബ്ബ് അംഗം എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവനെ ചടങ്ങിൽ ആദരിച്ചു. ഓണക്കാലത്ത് പതിവായി ഉയരുന്ന വിവിധ സമരങ്ങൾ ഇത്തവണ കാണാത്തത് സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടതിന്റെ ഫലമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ 28-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഭിനന്ദനീയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സിവിൽ സപ്ലൈസ്, കൺസ്യൂമർ ഫെഡ്, സഹകരണ, കൃഷി വകുപ്പുകൾ സംയുക്തമായി ശക്തമായ ഇടപെടൽ നടത്തിയതിന്റെ ഫലമാണിത്. 100-ദിന കർമ്മ പരിപാടിയിലെ പദ്ധതികൾ ഒക്ടോബർ 8-നകം പൂർത്തിയാക്കി ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംഘടക സമിതി ചെയർമാൻ KP അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഷാജു പുതൂർ, ഉത്തര രാജീവ്, ഡോക്ടർ വിജയലക്ഷ്മി, ജയൻ മനയത്ത് എന്നിവരെ മന്ത്രി പുരസ്കാരം നൽകി ആദരിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, UDF നിയോജകമണ്ഡലം കൺവീനർ KV ഷാനവാസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, R രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുതൂർക്കര ദേശീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കൃഷ്ണനാട്ട കലാകാരനായ ശില്പി ജനാർദ്ദനൻ നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് M നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി M വിനോദ്, K സന്തോഷ്, K രുക്മണി, ഇന്ദിര സുധാകരൻ, ഗീതാ മുരളി, വിമല G നായർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ താലൂക്ക് ആൻഡ് വില്ലേജ് സ്റ്റാഫ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ടൗൺ ഹാളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജിനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. രാജൻ പല്ലൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. തുടർന്ന് ഓണസദ്യ, ഓണക്കളികൾ, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു. കേരള പ്രവാസി അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അർഹരായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് അജിത് കുമാർ, സെക്രട്ടറി രഞ്ജിത് കുമാർ, ട്രഷറർ ബിജി ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ പാലപ്പള്ളി മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ ഓണാഘോഷം നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് കല്ലൂർ ബാബു അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PT വിനയൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ, മണ്ഡലം പ്രസിഡന്റ് P ഗോപാലകൃഷ്ണൻ, G ജ്യോതിഷ്, EM ഉമ്മർ, സജീവ് കുമാർ പണിക്കർ, മുഫീന ഷിഹാബ്, ഷജീന മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഓണസദ്യയും തൊഴിലാളികളുടെ കലാപരിപാടികളും നടന്നു. ചാവക്കാട് നഗരസഭ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ രണ്ടോണ നാളിൽ ചാവക്കാട് ബീച്ചിൽ തുടക്കമാകുമെന്ന് NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ എന്നിവർ അറിയിച്ചു. ആദ്യ ദിനം വർണ്ണാഭമായ ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും നടക്കും.
മൂന്നോണ നാളിൽ വൈകിട്ട് കലാകാരൻ KS പ്രസാദ് അവതരിപ്പിക്കുന്ന കൊച്ചിൻ ഗിന്നസ് മെഗാ ഷോ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ P. യതീന്ദ്രദാസ്, KP രഞ്ജിത് കുമാർ, കൌൺസിലർമാരായ മുഹമ്മദ് ആസിഫ് പാലയൂർ, ആരിഫ് പാലയൂർ എന്നിവരും പങ്കെടുത്തു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി നവലോകം നവയുഗ അധ്യാപകർ AI ശില്പശാല സംഘടിപ്പിച്ചു. MLA രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം നിർവഹിച്ചു. KATF തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുഹസിൻ പാടൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ T. ഷൈല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, KSTU സംസ്ഥാന സെക്രട്ടറി MA ജാബിർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അധ്യാപക ഭവനിൽ നടന്ന ശില്പശാലയിൽ 150ഓളം അധ്യാപകർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,030 രൂപ, പവന് 1,20,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഓണത്തിരക്കിലാറാടി മലയാളികൾ. നഗരങ്ങൾ ഗതാഗത കുരുക്കിൽ. ഉത്രാടപ്പാച്ചിൽ ചൊവ്വാഴ്ച. ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. നിലവിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് ഇരുമ്പ് പൈപ്പ് കാർ യാത്രികയുടെ ദേഹത്ത് തുളഞ്ഞു കയറി. മുതുവറയിൽ ടൂറിസ്റ്റ് ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് 3 പേർക്ക് പരിക്ക്. ഇരിങ്ങാലക്കുടയിൽ കാറിടിച്ച് ഇരുചക്രവാഹന യാത്രികരായ അമ്മയ്ക്കും മകനും പരിക്ക്. വാഴക്കോട് പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് മറഞ്ഞു. മാളയിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയതായി പരാതി. 35 ദിവസം പ്രായമുള്ള കുഞ്ഞ് ICUവിൽ. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കുടുംബം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.